നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമ്മ സാറേ, എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇത്തവണ എന്റെ ഒപ്പം നിന്ന് ഇലക്ഷന്റെ എല്ലാ ചുമതലയും നോക്കി നടത്തുന്നത് ദീപക്കാരി. നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന നീ എന്റെ ജീവനല്ലേ രാജു? ഞാൻ എന്ത് ഭാഗ്യവാനാ, നീ എന്റെ സ്വന്തം അവനെ മാത്രം. എന്ത് സുഹൃത്താ ഞാൻ ചെയ്ത്? ഞാൻ നിന്റെയും നീ എന്റെയും ആണെന്ന് തീരുമാനിച്ച ദൈവം എത്ര കാരുണ്യവാനാ. ചേട്ടാ, ഇത് ചേട്ടന്റെ രഹസ്യങ്ങൾ ചോർത്താൻ ആരും ചെയ്തതല്ല. ശാന്തി മുഹൂർത്തം നടക്കുന്ന മുറിയിൽ വോയിസ് റെക്കോർഡർ വെക്കുക പറഞ്ഞാൽ ഇത് ചെയ്ത ആരായാലും വളരെ മോശമായിപ്പോയി. ഈ വീട്ടിലെ സെക്യൂരിറ്റി പരിചയമില്ലാത്ത ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. പിന്നെ പുറത്തൊരാള് എങ്ങനെ ഇത് കൊണ്ടുവയ്ക്കും? അതും ഋതുമോളുടെ റൂമില്. അതെ, ഇത് ചെയ്തത് ആരാന്ന് കണ്ടുപിടിക്കണം പ്രതാപേട്ട. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാ. അതെ അതെ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ദീപകെ, നീ പോലീസിനെ വിളിക്കേ. മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ വീട്ടിൽ കയറി ഈ തോന്നിയാസം കാണിച്ച ആരായാലും അവരെ കൈയോടെ പിടിക്കണം. ഇവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ അധികം ദിവസമൊന്നും ആവില്ല. എടാ ദീപകെ, നീ പോലീസിന് ഫോൺ ചെയ്. വേണ്ട, പോലീസിനെ വിളിച്ചറിയിച്ച് അതിന് മീഡിയ അറിഞ്ഞ് വാർത്തയാക്കി അതൊരു പ്രശ്നമാക്കണ്ട. ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ചേച്ചി പറയും, ചേച്ചിക്ക് അറിയാൻ സംശയമുണ്ടോ? ദൈവമേ, അമ്മയെങ്ങാനും ഇനി എന്റെ പേര് പറയോ? അമ്മാവ, എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? ഈ വോയിസ് റെക്കോർഡർ ഋതികയുടെ മുറി വെച്ചത് രമ്യാണെന്ന് എനിക്ക് തോന്നുന്നു. രമ്യോ? അതെ അമ്മാവ, രാജു ഋതികയെ വിവാഹം ചെയ്ത സമയത്ത് രമ്യയുമായി രാജുവിന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. രമ്യ ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. ഈ റെക്കോർഡർ അവിടെ കിടന്ന് കിട്ടിയതാ. പക്ഷെ രമ്യ വന്ന പാടെ റെക്കോർഡർ എന്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയില്ല അത് നിലത്ത് വീണത്. ദീപക്കെ, വെറുതെ അനാവശ്യം പറയരുത്. വർമ്മ സാറേ, ഇത് ഞാനല്ല ചെയ്തത്. സത്യമായിട്ടും ഞാനല്ല. രമ്യയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. ദീപക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതിപ്പോ ഇവിടെ വെച്ച് തുറന്ന് സമ്മതിക്കുന്നതാണ് നല്ലത്. പറയടി, വോയിസ് റെക്കോർഡർ ഋതികയുടെ റൂമിൽ നിന്ന് എടുക്കാനല്ലേ നീ രാവിലെ തന്നെ ഇവിടേക്ക് വന്നേ? ദീപകെ, രമ്യ വോയിസ് റെക്കോർഡർ ഋതികയുടെ റൂമിൽ കൊണ്ടുവെക്കുന്നത് നീ കണ്ടോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനത് കണ്ടെന്ന് പറയണോ അതോ കണ്ടില്ല എന്ന് പറയണോ? എടാ, നിന്നോടല്ലേ ഞാൻ ചോദിച്ചേ. ഋതികയുടെ മുറിയില് ഈ നിൽക്കുന്ന രമ്യ വോയിസ് റെക്കോർഡർ കൊണ്ടുവെക്കുന്നത് നീ കണ്ടോ? അമ്മേ, അത് ഞാൻ... പ്രതാപ, വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ രമ്യയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഇടയ്ക്ക് പുതിയ 7 പേരെയാ നമ്മൾ ഈ വീട്ടിലേക്ക് ജോലിക്കെടുത്തത്. അവരാരെങ്കിലും ആയിക്കൂടെ ഇത് ചെയ്തത്? ഈ കിടക്കുന്ന വോയിസ് റെക്കോർഡറിന്റെ പിന്നിൽ ആരാണെന്നേ ഞാൻ കണ്ടുപിടിച്ചോളാം പ്രതാപ.
വർമ്മ സാറേ നമസ്കാരം. നമസ്കാരം. കൺഗ്രാചുലേഷൻ സാർ. ഏയ്, എന്താ ഇതൊക്കെ? എന്താ വിശേഷം? അത് ശരി, അപ്പൊ വർമ്മ സാർ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. സുകുമാരൻ സാറ് വർമ്മ സാറിനെ വിളിച്ച് പറഞ്ഞു കാണുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഓ, ഫോൺ സൈലന്റിലായിരുന്നു. സുമാര സാറിന് മിസ് കോൾ ഉണ്ട്. വർമ്മ സാറേ, പാർട്ടി വരുന്ന ഇലക്ഷന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. നമ്മുടെ മണ്ഡലത്തിൽ ഇത്തവണയും വർമ്മ സാർ തന്നെയാണ് സ്ഥാനാർത്ഥി. പ്രതാപ, വിജയം ഇത്തവണയും നിനക്ക് തന്നെ ആയിരിക്കും. ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. ചേട്ടാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ശേഖര, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചൂടാക്കേണ്ട സമയമായി. അതെ. ആ, വർമ്മ സാറേ, കൺഗ്രാറ്റ്സ്. വർമ്മ സാറേ, എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ദീപക്, നിങ്ങൾക്കറിയാലോ, ഇവൻ എന്റെ അനന്തരവന് ദീപക്. ദീപക്, ഇവരൊക്കെ നമ്മുടെ പാർട്ടിയുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇത്തവണ എന്റെ ഒപ്പം നിന്ന് ഇലക്ഷന്റെ എല്ലാ ചുമതലയും നോക്കി നടത്തുന്നത് ദീപക്കായിരിക്കും. ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഇവർക്ക് വേണ്ടി നടത്തേണ്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു പ്രതാപ. എങ്കിൽ പിന്നെ ഇവരെ ഇന്ന് തന്നെ മടക്കി അയക്കാമല്ലോ. എങ്കിൽ ആദ്യം അത് ചെയ്യും. വരൂ. ആ ശരി സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.